ഞാൻ ആരാന്ന് മനസ്സിലായാലും കുഴപ്പമൊന്നുമില്ല. കാരണം കോണ്ടന്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പേഴ്സൺ ഹൂസ് ആക്ച്വലി സേയിങ് ഇറ്റ്. സോ ക്രിയേറ്ററിന് തൽക്കാലത്തേക്ക് നമ്മൾ അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. വി ഗിവിങ് ഇമ്പോർട്ടൻസ് ടു കോണ്ടന്റ്. വാട്ട് എക്സാക്ട്ലി ഐ എം പ്ലാനിങ് ടു സേ, എന്താണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ലാംഗ്വേജ് ഈസ് ആക്ച്വലി എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്, ഒരു സോഴ്സാണ്. സ്പീക്കിംഗ് ഇംഗ്ലീഷും കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഇംഗ്ലീഷും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്പീക്കിങ്ങിലോട്ട് പോകുമ്പോഴാണ് ഇംഗ്ലീഷ് ഭയങ്കര ബോറിംഗ് ആയി പോകുന്നത്. വെൻ യു കമ്മ്യൂണിക്കേറ്റ് തിങ്സ്, വെൻ യു ടേക്ക് ദി എഫേർട്ട് വേറൊരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ, അത് നിങ്ങൾ മലയാളത്തിൽ പറയുന്നത് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈക്വലായിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് വേറൊരാൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് എ പ്ലേസ് വെയർ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ്. അവിടെ മാത്രമല്ല, നിങ്ങളത് പറയുമ്പം ആ ആൾ തിരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളോട് റെസ്പോണ്ടും കൂടി ചെയ്യുവാണെങ്കിൽ കിട്ടില്ല. സോ വാട്ട് ഈസ് എക്സാക്ട്ലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീക്കിംഗ് ആൻഡ് ഈ കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ളതാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ എവിടെ വെച്ച് വേണമെങ്കിലും നടക്കാം. വി ക്യാൻ യൂസ് ദിസ് കോൺസെപ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇമാജിൻ നമ്മൾ ബെഡ്റൂമിലാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ദിസ് ഇസ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ദർ ആർ സർട്ടൻ കോൺവെർസേഷൻസ് ദാറ്റ് യു ക്യാൻ ബിഗിൻ ഇൻ ദ ബെഡ്റൂം. ആൻഡ് ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, സിൻസ് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് യൂട്യൂബിൽ മാത്രമല്ല, ഇറ്റ് ഗോസ് ഓൺ ഇൻസ്റ്റഗ്രാം, ഇറ്റ് ഗോസ് ഓൺ ഫേസ്ബുക്ക്, ആൻഡ് ഓരോ ക്രൗഡിൻ്റെയും ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് സംടൈംസ് ഇസ് വെൻ ഐ പോസ്റ്റ് എ വീഡിയോ ഓൺ ഫേസ്ബുക്ക്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലുള്ള ആളുകളുടെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയും കൂടെ ഞാനിത് പറയാണ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഇതിനകത്ത് വന്ന് തഗ് ഡയലോഗ് താഴെ കോമൻ്റ് ആയിട്ട് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യം, ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് നിങ്ങൾ സംസാരിക്കാൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പം വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മ്യൂച്വലി റെഡി ആയിരിക്കണം ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് വേണ്ടി. അതായത് വൈഫ് സംസാരിക്കാൻ വരുമ്പോഴേ പിന്നെ നിനക്ക് വളരെ പണിയൊന്നുമില്ല, മനുഷ്യൻ കിടന്ന് ഉറങ്ങാൻ വരിക എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഐഡിയോളജി ഉള്ള ആളാണെങ്കിൽ ഇതൊന്നും ഏക്കാൻ പോകുന്നില്ല. സോ ഇഫ് ബോത്ത് ഓഫ് യു വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, ഒന്നിച്ച് ഇംഗ്ലീഷ് നിങ്ങളുടെ ലോൺ ടൈമിൽ, നിങ്ങളുടെ എന്താ പറയുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന ആ സമയത്ത്, ബെഡ്റൂമിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിന് ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ്. സോ അത് ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ അങ്ങ് തരികയാണ്. ദ ഫസ്റ്റ് തിങ് ദറ്റ് വി ക്യാൻ ഓൾവേസ് സേസ്, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒന്നുകിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആരെങ്കിലും ഒരാൾ കൂടുതൽ സമയം രാത്രിയിൽ ഇരിക്കുന്നവരുണ്ടാവും, ഇല്ലേ ചിലപ്പോൾ രണ്ടുപേരും കൂടുതൽ സമയം ഇരിക്കുന്നവരായിരിക്കും. ചില ആളുകൾക്ക് വാം ലൈറ്റാണ് ഇഷ്ടം, ചില ആളുകൾക്ക് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റാണ് ഇഷ്ടം. അപ്പം I've always seen, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, when the husband sits for too long, like ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, and the wife wants to sleep, വൈഫിന് ഉറങ്ങണം. സാധാരണ it's rude to like switch off the lights and അങ്ങ് തിരിഞ്ഞ് കിടക്കുക, ലൈക്ക് അപ്പുറത്ത് ഒരാൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഓൾവേസ് നൈസ് ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുമ്പോഴാണ് ഈ കല്യാണം കഴിക്കുന്നതിൻ്റെ അതേ ധൃതിയിൽ തന്നെ ഡിവോഴ്സിലേക്ക് പോകുന്നതും. സോ ദ തിങ് ദറ്റ് യു ക്യാൻ ആക്ച്വലി ആസ്ക് ഇസ്, ഡു യു വോണ്ട് ദ ലൈറ്റ്സ് ഓൺ ആയിട്ട്, അതായത് നിങ്ങൾ കിടക്കാൻ പോവുക, പക്ഷേ ഹസ്ബൻഡ് അവിടെ നിന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് ഹി റിക്വയർസ് ലൈറ്റ്. ആ ചെയ്യുന്ന പരിപാടിക്ക് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഡു യു വോണ്ട് മീ ടു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ് ഓർ ഡു യു വോണ്ട് മീ ടു ലീവ് ദ ലൈറ്റ്സ് ഓൺ, ലൈക്ക് ലൈറ്റ്സ് ഞാനിങ്ങനെ ഓണാക്കി തന്നെ ഇട്ടേക്കട്ടെ. അപ്പം ദ ഹസ്ബൻഡ് സേസ് യാ, എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക, കിടക്കുക. ഓക്കെ, ദിസ് ഗോസ് ബോത്ത് വേസ്. ഇത് രണ്ട് വഴിക്കും പോകും. അവിടെ നിന്ന് ഇങ്ങോട്ടും ഹസ്ബൻഡ് വൈഫിനോടും ഇത് പറയാം, വൈഫിന് ഹസ്ബൻഡിനോടും ഇത് പറയാം. ആൻഡ് ദാറ്റ് ഇസ് വെൻ ദർ ഇസ് എൻ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ഇനി ഇതിനകത്ത് അടുത്ത ലെവലിലോട്ട്, are you okay if the lights are on? Are you okay if the lights are on? എന്ന് ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുമ്പം now he is actually becoming a little care. പലപ്പോഴും സംഭവിക്കുന്നത് റൂഡ് ആൻസേഴ്സ് തിരിച്ചു കൊടുക്കുമ്പോൾ വാശിപ്പുറത്ത് പറയാം, എനിക്ക് ലൈറ്റ്സ് വേണ്ട, ഇപ്പം തന്നെ ഓഫ് ആക്കണം. വെൻ ദ ഹസ്ബൻഡ് ടേക്സ് ദ എഫേർട്ട് ഓർ ദ വൈഫ് ടേക്സ് ദി എഫേർട്ട് ടു ബി പൊളൈറ്റ്ലി ഗിവിങ് എൻ ആൻസർ, പൊളൈറ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഗിവ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡു യു മൈൻഡ് ഇഫ് ദ ലൈറ്റ്സ് ആർ ഓൺ, ലൈറ്റ് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ഹസ്ബൻഡ് ചോദിക്കുമ്പോഴത്തേക്കും, ഈവൻ ഇഫ് കുഴപ്പം ഉണ്ടെങ്കിൽ പോലും, ബിക്കോസ് ഹി ആസ്ക്ഡ് ഇൻ എ വെരി പൊളൈറ്റ് മാനർ, ദ വൈഫ് മൈറ്റ് ഇറ്റ്സ് ഓക്കെ ഫൈൻ, ഐ എം ഫൈൻ വിത്ത് ഇറ്റ്, I'm okay with it, I'm fine with it എന്ന് പറയുന്നൊരു രീതിയിലേക്ക് പോകും. ഐ വുഡൻറ്റ് കോൾ ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിന് ഞാൻ ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയത്തില്ല. ഐ കോൾ ദിസ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ എ സെനാരിയോ. ഒരു സെനാരിയോയിൽ രണ്ട് ഡിഫറെൻറ്റ് പീപ്പിൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെ മനസ്സിലാക്കുകയാണ്. ആൻഡ് ദ മൊമെൻറ്റ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് deeper a person, you try to do certain things out of love for that person and respect for that person. ആ വ്യക്തിയോടുള്ള റെസ്പെക്റ്റിനും ലവും നിങ്ങൾക്കുള്ളത് കൊണ്ട് you are ready to do. That is the magic of communication. മനസ്സിലായോ? ഇനി അടുത്തൊരു സിറ്റുവേഷൻ ഞാൻ തരാം.
നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബെഡിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നൊരു സമയമുണ്ട്. ഓക്കെ, ആ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ബിക്കോസ് നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഒരു സെറ്റിൽ മോഡിലോട്ട് പോയതുകൊണ്ട് കട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീടായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അയ്യോ വെള്ളം എടുക്കാൻ മറന്നുപോയി. ആൻഡ് പിന്നീട് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നമുക്ക് കിച്ചണിൽ പോയി വെള്ളം എടുക്കാൻ ചിലപ്പോൾ ഒരിച്ചിരി മടി വരും. ദാറ്റ്സ് സ്വാഭാവികമാണ്. ഇറ്റ്സ് നാച്ചുറൽ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. എനിക്കും അത് ഉണ്ടാവാറുണ്ട്. ആൻഡ് യു സീ ദറ്റ് യുവർ വൈഫ് ഇസ് ആക്ച്വലി സ്റ്റിൽ ഷീസ് നോട്ട് ഗോട്ട് ഇൻ ടു ദ ബെഡ് റൈറ്റ് നൗ. ഷീസ് ആക്ച്വലി ഔട്ട്, ലൈക്ക് പുറത്തെവിടെയാണ്, പ്രോബബ്ലി കിച്ചണിലായിരിക്കാം. ഷീ മൈറ്റ് ബി വാഷിംഗ് ദ ഡിഷസ് ഓർ ഡൂയിങ് സംതിങ് ഓഫ് ദ സോർട്ട്. അപ്പം നിങ്ങൾക്ക് യു ക്യാൻ യൂസ് യുവർ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് സർട്ടൻ തിങ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം വൈഫ് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരികയാണ്, ബെഡിലേക്ക് കയറിയിട്ടില്ല, പുറത്ത് നിൽക്കുകയാണ്. അന്നേരം പറയാം, ഇഫ് യു ഗോയിങ് ടു ദ കിച്ചൺ ഡു യു മൈൻഡ് ഗെറ്റിംഗ് മീ സം വാട്ടർ or do you mind getting me some water? എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തരാമോ? ഒരു ബോട്ടിലിൽ or in a glass, ഒരു ടംബ്ലറിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിലോ എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തരാമോ എന്ന് നമുക്ക് ചോദിക്കാം. And when you ask questions like that, even if wife ഭയങ്കര ടയേർഡ് ആണ്, it goes both ways. രണ്ട് രീതിയിലും പോകാം കേട്ടോ. If you are in bed and your husband is actually in the kitchen, നിങ്ങൾക്കിത് തിരിച്ച് ഹസ്ബൻഡിനോടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇഫ് യു ആർ ഇൻ ദ കിച്ചൺ, കുഡ് യു പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം എടുത്തേക്കാവോ എന്ന് ചോദിക്കാം. ആൻഡ് ഈവൻ ദോ നമ്മൾ ലൈക്ക് മടുപ്പാണ്, അത് എടുക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിലും, ബിക്കോസ് ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ. If you are in the kitchen, see, that's a communication. If you are in the kitchen right now, do you mind getting me some water? Do you mind getting me some water? അതായത് വിരോധമില്ലെങ്കിൽ എന്നുള്ളതാണ്. ഇത്രയും ഫോർമാലിറ്റി ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഉണ്ടാവണോ എന്ന് ഞാൻ ചോദിക്കും. പക്ഷേ മലയാളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഫോർമൽ സാധനം ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയുമ്പോൾ വരത്തില്ല. ഇംഗ്ലീഷിൽ ഫോർമാലിറ്റി അല്ല, ദിസ് ഇസ് കോൾഡ് courtesy, മര്യാദയാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഈസ് ഫോളോഡ്. ലൈക്ക് ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നമ്മുടെ കൂടെയുള്ള വ്യക്തി ഒരു പക്ഷേ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ റെസ്പെക്റ്റ് ലഭിച്ച ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളായിരിക്കത്തില്ല. വളരെ നമ്മുടെ നാട്ടുപ്രദേശത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകളുണ്ട് വേർ ദ ഫാമിലി ഹാസ് നെവർ ലവ് ദ ചൈൽഡ്. ആ കൊച്ചിനെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളി പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഭാര്യയെ സ്നേഹിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കാൻ അറിയത്തില്ല. ബിക്കോസ് ഷീ ഓർ ഹീ ഹാസ് നെവർ റിസീവ്ഡ് ലവ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു എക്സ്ട്രാ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടേണ്ടി വരും, വെർ യു ഹാവ് ടു ഡിസ്പ്ലേ റെസ്പെക്റ്റ് ആൻഡ് ലവ് ദറ്റ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഫോർ ദ പേഴ്സൺ. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരുപാട് ചില മെഡിസിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എഫക്റ്റീവ് ആവണമെങ്കിൽ 2-3 വർഷം എടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവണമെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെ പെട്ടെന്നൊന്നും ഒരു സുപ്രഭാതത്തിൽ ഞാൻ സുസമ പറഞ്ഞതുകൊണ്ട് നാളെ തന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സെറ്റായെന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം. ബട്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് എ മോഡ് വെർ യു ക്യാൻ ഇംപ്രൂവ് യുവർ റിലേഷൻഷിപ്പ്. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് നെസസറി ടു ഡിസ്പ്ലേ what you have learned. ലൈക്ക് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്പൗസിൻ്റെ അടുത്ത്, ഹസ്ബൻഡ് ഞാൻ പറയത്തില്ല, സ്പൗസിൻ്റെ അടുത്ത് ഇറ്റ് ഈസ് ഓൾവേസ് നൈസ് ഇഫ് യു കെൻ ഡിസ്പ്ലേ ദാറ്റ്. ആൻഡ് കുറേ തവണ ഇത് ഡിസ്പ്ലേ ചെയ്യുമ്പം ദേ ഓൾസോ റെക്കഗ്നൈസ് ഇറ്റ് ആൻഡ് ദേ റിയലൈസ് ഇറ്റ് ആൻഡ് ദേ സ്റ്റാർട്ട് ഇമിറ്റേറ്റിംഗ് ഇറ്റ്. ആൻഡ് ആ ഇമിറ്റേഷൻ ബിക്കംസ് എ ഹാബിറ്റ് ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് യുവർ പേഴ്സണാലിറ്റി. അതൊരു ഹാബിറ്റ് ആവും, പിന്നീട് അതൊരു പേഴ്സണാലിറ്റി ആവും. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു കെൻ ഓൾസോ പ്രാക്ടീസ് അറ്റ് യുവർ house. Easy, simple ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഒറ്റ സെൻറ്റൻസിൻ്റെ കാര്യമേ ഉള്ളൂ, ബട്ട് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. Another thing that husband and wife can actually practice is definitely apologizing to each other. നമ്മൾ ക്ഷമ ചോദിക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ താടിക്കാരനും we are most of the time we are very lovey dovey. Most of the time ഞങ്ങൾ ഭയങ്കര lovey dovey ആണ്. പക്ഷേ there are times when unexpectedly ചില കാര്യങ്ങളിൽ ഡിസപ്രൂവൽസ് ഉണ്ടാവാറുണ്ട്, ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും ചില സമയത്ത് ചില ആളുകളുടെ മുന്നിൽ പോലും നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും ഒരു തർക്കത്തിൻ്റെ പേരിൽ, ഒരു ആർഗ്യുമെൻറ്റിൻ്റെ പേരിൽ ചിലപ്പം നമ്മുടെ ദേഷ്യം കൈവിട്ട് പോകും. ഇറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് വീഡിയോയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഭയങ്കര സ്നേഹം, ഭയങ്കര പ്രേമം, പിന്നെ ബാക്കിയുള്ള ആളുകളുടെ മുന്നിലൊക്കെ ഭയങ്കര ദേഷ്യക്കാരാണെന്നൊക്കെ പറയുന്നത്. സോ ദർ ആർ ടൈംസ് വെൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സെനാരിയോ ഉണ്ട്. ടു ബി ഓണസ്റ്റ് അത് ഉള്ളതാണ്. ആൻഡ് അങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ കാണുന്നത് ഈ ഒരു തല്ല് മാത്രമാണ്. ബട്ട് ദർ ഈസ് എ ടൈം, ലൈക്ക് ഞങ്ങളുടെ ഒരു പേഴ്സണൽ മൊമെൻ്റിൽ ദർ ഈസ് എ ടൈം വെയർ മൈ ഹസ്ബൻഡ് takes the effort to come and tell me a sorry, and I love him for that. എനിക്ക് ആ ഒരു ക്യാരക്ടർ അച്ഛയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. ഹി ഓൾവേസ് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിലും അല്ലെങ്കിലും he always apologizes. എനിക്ക് ആ സ്വഭാവം ഇല്ലായിരുന്നു. I didn't have that character. It takes a little more time. കുറച്ചും കൂടെ സമയം എടുക്കും എനിക്ക് ഒരാളോട് ക്ഷമിക്കാൻ. ബട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ക്ഷമിക്കും.
So when he used to do this, like constantly എന്നോട് ഇങ്ങനെ ഈ ക്ഷമ ചോദിക്കുന്ന ഒരു ക്യാരക്ടർ ഇങ്ങനെ കാണിച്ച് ഡിസ്പ്ലേ ചെയ്ത് ഐ ഓൾസോ സ്റ്റാർട്ടഡ് ഇമിറ്റേറ്റിംഗ് ദാറ്റ്. അറ്റ് ദി എൻഡ് ഓഫ് ഒരു 2 years ഓഫ് മാരേജ് ഞാനും അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ടേക്ക് ദി എഫേർട്ട്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ, ബട്ട് ഐ ടേക്ക് ദി എഫേർട്ട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ അതാണ്, ടു അപ്പോളജൈസ്. സോ ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസപ്രൂവൽസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തല്ലുണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നു, അത് ആളുകൾ കണ്ടു, ഇടപെട്ടു, അത് കുറച്ചും കൂടി വഷളായി, ആൻഡ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്വകാര്യതയിൽ ഇരിക്കുന്ന സമയത്ത് യു ക്യാൻ ഓൾവേസ് അപ്പോളജൈസ് ടു ദ പേഴ്സൺ. ഐ എം റിയലി സോറി, ഐ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, ഓക്കെ, ഐ എം റിയലി സോറി, ഐ റിയലി ഡിഡ് മീൻ ടു ഹേർട്ട് യു. ഞാൻ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, ഓർ സംടൈംസ് യു നോ വാട്ട്, മൈ ഈഗോ ഗെറ്റ്സ് ഹേർട്ട്. ഇറ്റ്സ് ഓൾവേസ് നൈസ് ടു ബി ട്രാൻസ്പെറൻറ്റ് ആകുക. ഈഗോ ഉണ്ടെന്ന് സമ്മതിക്കുക. ഈഗോ ഉണ്ട്. ഈഗോ ഉള്ളപ്പോഴാണ് ഇങ്ങനത്തെ ചില ഡിസപ്രൂവൽസ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി when your spouse tells the right thing and you don't want to approve it. Sometimes it's because of ego. Sometimes അതൊരു ഇഗ്നറൻസിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന. സംടൈംസ് അന്നേരത്തെ ആ മൂഡ്, ആ ചുറ്റുപാട് എല്ലാം കൂടെ കണ്ട് മൊത്തത്തിൽ ദേഷ്യം വന്നപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് അങ്ങ് പോയതാണ്. സോ ഇറ്റ്സ് ഓൾവേസ് നൈസ് ഇഫ് യു ക്യാൻ, ഐ റിയലി ഡിഡ്ന്റ് മീൻ ടു ഡു ദാറ്റ്, അല്ലെങ്കിൽ ഐ അപ്പോളജൈസ്, അല്ലെങ്കിൽ ഐ എം സോറി ഈസ് ഇനഫ്. ഐ എം സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു ഡു ദാറ്റ്, ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു, ഐ ഡിഡ്ന്റ് ഡു ഇറ്റ് ഓൺ പേർപ്പസ്. ഞാൻ പേർപ്പസ്ഫുള്ളി ചെയ്തതല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഐ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, ഐ വാസ് റിയലി ടയേർഡ്, ആൻഡ് ഐ വാസ് ഓൾസോ അപ്സെറ്റ് വിത്ത് സർട്ടൻ തിങ്സ്. ബി ട്രാൻസ്പെറൻറ്റ് വിത്ത് യുവർ സ്പൗസിൻ്റെ അടുത്ത് എപ്പോഴും വളരെ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം. വേർ യു ഹാവ് ടു അഡ്മിറ്റ് ദ ഫാക്ട് ദാറ്റ് യു വെർ നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ആൻഡ് കയ്യിൽ നിന്ന് പോയി. അല്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് അഡ്മിറ്റ് ദാറ്റ്, സി അന്നേരം ഐ വാസ് എ ലിറ്റിൽ ജലസ്. ഞാൻ ഇച്ചിരി കുശുമ്പായിരുന്നു, എനിക്ക് ജലസ് ആയിരുന്നു. It's okay to say that. As long as നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. സോ ദർ ആർ ടൈംസ് വെൻ ഐ ഗോ ആൻഡ് ടെൽ, ഇന്നലെ അച്ഛ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇന്നലെ ഇച്ചിരി കുശും പഠിച്ചപ്പോൾ ഞാൻ അങ്ങ് ദേഷ്യപ്പെട്ടു പോയതാ. ഇൻ എ വെരി ക്യൂട്ട് വേ ആയി ഞാൻ പറയുന്നത്. ഞാൻ ഇച്ചിരി ക്യൂട്ടായിട്ടാണ് പറയുന്നത്, ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷേ but I take the effort to do that, and because I go and tell him that, he'll just smile and say it's okay, fine, സാരമില്ല, it's okay, let's forget it, it's done. And അത് എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. ഇനീഷ്യലി ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ഇനീഷ്യലി സോറി ഒക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് സോറി അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ആയിരുന്നു. ബട്ട് ഓവർ ദ ടൈം വി പ്രാക്ടീസ്ഡ് ടു സേ ദാറ്റ് ആൻഡ് പ്രാക്ടീസ് ടു ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് റിയാക്ട് ടു ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ. അങ്ങനെ ഒരു റിയാക്ഷൻ കൊടുക്കാൻ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത്. ഇതെല്ലാം ഒരു തീരുമാനമാണ്. ഇറ്റ് ഈസ് ഓൾ എ ഡിസിഷൻ. നിങ്ങൾ ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതും അങ്ങനെ തന്നെയാണ്. റീസെൻ്റ്ലി എനിക്ക് നല്ല പരിചയമുള്ള ഒരാൾ വഴക്ക് നടക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി പറഞ്ഞൊരു ഡയലോഗാണ്, ഈ വീട്ടിലെ ചെലവുകൾ വഹിക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ വേണം നീ അനുസരിക്കാനെന്ന്. 80കളിൽ നിന്നും 90കളിൽ നിന്നും ഇതുവരെയായിട്ടും ബസ് പിടിച്ച് വന്നിട്ടില്ലാത്ത ആളുകളുടെ ഒരു സംസാരമാണത്. യു കനോട്ട് സേ ദാറ്റ് ബിക്കോസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേർക്കും ഈക്വൽ റോൾ റിലേഷൻഷിപ്പിനകത്തുണ്ടെന്നുള്ളതാണ്. രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് ഒരു മാരേജ് എന്ന് പറയുന്ന ആ ഒരു ജേണിയെ കൊണ്ടുപോകുന്നെന്നുള്ളത്. ഞാനാണ് ഈ വീട്ടിലെ ചെലവുകൾ നടത്തുക എന്ന് പറയുമ്പം ഈ പച്ച മീൻ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുകയും അതുപോലെ പരിപ്പും പച്ചക്കറികളെല്ലാം കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുമ്പം ദ വൈഫ് ഓർ ദ ഹസ്ബൻഡ് കൺവേർട്ട്സ് ഇറ്റ് ഇൻടു എ ഫോം വെയർ യു ക്യാൻ കൺസ്യൂം ഇറ്റ്. കഴിക്കാൻ പറ്റുന്നൊരു രൂപത്തിൽ അതിനെ ആക്കി തരുന്നു. പരിപ്പും പച്ചക്കറികളെ ഇട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കുന്നു, മീൻ വെട്ടി എല്ലാം കഴുകി വൃത്തിയാക്കി കറി വയ്ക്കുന്നു, വറക്കുന്നു, മെഴുക്കോട്ടിയാക്കുന്നു, തോരനാക്കുന്നു. ഇറ്റ് ഈസ് കൺവേർട്ടഡ്, ഈക്വലാണ്. സോ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് ഒരു ഭയങ്കര മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. അത് നടക്കുന്ന കാര്യമല്ല. സാധനങ്ങൾ കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് തന്നെ ഉണ്ടാവത്തില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് വൈഫ് പോയാലും ഹസ്ബൻഡ് പോയാലും സംതിങ് ദറ്റ് ഞങ്ങൾ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ അത് പറയത്തില്ല. സോ ദിസ് ഇസ് സംതിങ് ദറ്റ് വി പ്രാക്ടീസ്. ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് അച്ഛ വെൻ ഹി ഗോസ് ഔട്ട് ഹി ഓൾവേസ് ആസ് മീ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാനത് പറയാം അച്ചോട്, അങ്ങനെ തന്നെ ഇംഗ്ലീഷിൽ അങ്ങ് ചോദിച്ചോളാൻ പറയും. സോ ഈ സെയിം, ഡു യു വോണ്ട് മീ ടു ഗെറ്റ് എനിത്തിങ്, ഡു യു വോണ്ട് മീ ടു ഗെറ്റ് എനിത്തിങ്, ഡു യു വോണ്ട് മീ ടു ബൈ എനിത്തിങ് ഫോർ യു, ഡു യു വോണ്ട് മീ ടു ബൈ എനിത്തിങ് ഫോർ ഫോർ യു ടു കുക്ക്. എന്തെങ്കിലും കുക്ക് ചെയ്യാൻ എന്തെങ്കിലും വാങ്ങിക്കണോ? ഡു യു വോണ്ട് മീ ടു ബൈ ഫിഷ്, ഡു യു വോണ്ട് മീ ടു ബൈ ചിക്കൻ, ഓർ ഡു യു ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ്, എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഐ ലവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ചില സമയത്ത് ഞാനിങ്ങനെ
മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഐ എം താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ എ ഹസ്ബൻഡ് ലൈക്ക് ദാറ്റ്. ഹി കംസ് ആൻഡ് ആസ്ക് മീ ദിസ് ക്വസ്റ്റ്യൻ, നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ട്, വാട്ട് യു ഫീൽ ലൈക്ക് ഈറ്റിംഗ്, എന്തോ നിനക്ക് കഴിക്കാൻ തോന്നുന്നു, വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് വുഡ് യു ലൈക്ക് ടു ഹാവ്, ഓർ വാട്ട് കൈൻഡ് ഓഫ് ഡ്രിങ്ക് വുഡ് യു ലൈക്ക് ടു ഹാവ്, ഓർ ഡു യു വോണ്ട് മീ ടു മേക്ക് എ കപ്പ് ഓഫ് ടീ, ഞാനൊരു കപ്പ് ഓഫ് ടീ ഉണ്ടാക്കി തരട്ടെ, അല്ലെങ്കിൽ ഐ ഓക്കെ, അല്ലെങ്കിൽ എന്താ വൈ ആർ യു തിങ്കിങ് സോ മച്ച്, എന്തെങ്കിലും ചിന്തിക്കുകയാണോ, ഡോണ്ട് തിങ്ക് സോ മച്ച്, ഇറ്റ്സ് ജസ്റ്റ് ഫൈൻ, ഒത്തിരി ആലോചിക്കേണ്ട, അല്ലെങ്കിൽ ഡോണ്ട് വറി വിൽ ഗെറ്റ് ത്രൂ ദിസ്, ഡോണ്ട് വറി വിൽ ഗെറ്റ് ത്രൂ ദിസ് എന്നൊക്കെ കേൾക്കുന്നത് ഇസ് എൻ അമേസിങ് തിങ്. അത് ഇറ്റ് ഗോസ് ബോത്ത് വേസ്. വെൻ ദ വൈഫ് ടെൽസ് ദിസ് ടു ദ ഹസ്ബൻഡ്, ഒരു ഭയങ്കര സമാധാനത്തിൻ്റെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആകുകയാണ് അവരുടെ തലയിൽ വെൻ യു സേ ദാറ്റ്, ആൻഡ് ദാറ്റ് ഗോസ് ബോത്ത് വേസ്. ആക്ച്വലി ഹസ്ബൻഡ് വൈഫിനോട് പറയുമ്പോഴും അതേ ഈക്വൽ ഫീലിംഗ് ആണ് വരുന്നത്. സോ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുവാണെങ്കിൽ, ഇതൊക്കെ ചെറിയ സെൻറ്റൻസുകളാണ്, വലിയ ഇംഗ്ലീഷ് സെൻറ്റൻസുകളൊന്നുമല്ല, ബട്ട് ഇറ്റ് ഈസ് എൻ എഫേർട്ട് ദാറ്റ് യു ആർ മേക്കിംഗ് യുവർ ലാംഗ്വേജ് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡിലോട്ട് പോകുന്നു എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇറ്റ് ബിക്കംസ് യുവർ ലൈഫ് സ്റ്റൈൽ, ഇറ്റ് ബിക്കംസ് യുവർ പേഴ്സണാലിറ്റി. അതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റിയെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയത്തില്ലേ കച്ചറകൾ സംസാരിക്കുന്നു എന്ന് പറയത്തില്ല, അതെന്തുകൊണ്ടാണ് കച്ചറകൾ സംസാരിക്കുന്നു എന്ന് പറയുന്നത്? ഇറ്റ്സ് ബിക്കോസ് ദ കൈൻഡ് ഓഫ് ലാംഗ്വേജ്, ദ കൈൻഡ് ഓഫ് സിനോണിംസ്, നമ്മൾ ഉപയോഗിക്കുന്ന തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനൊരു ലൈഫ് സ്റ്റൈൽ, ഇങ്ങനൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഇത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഐ ഡോണ്ട് വോണ്ട് ടു ബ്രാഗ് അബൌട്ട് മറ്റ് കൺട്രികളെ കുറിച്ച്, എനിക്ക് ബ്രാഗ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ലെങ്കിൽ പോലും വാട്ട് ഐ ഹവ് സീൻ ഫോറിനേഴ്സ് ഡു ഇസ് ദേ വെരി താങ്ക്ഫുൾ. എന്ത് കാര്യങ്ങൾ അവർ ചെയ്താലും ദേ വെരി താങ്ക്ഫുൾ, അവർ താങ്ക് ചെയ്യും എല്ലാ കാര്യത്തിലും. യുനോ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്, ഐ റിയലി അപ്രീഷിയേറ്റ് യു ഡൂയിങ് ദാറ്റ് ഫോർ മീ, ഐ എം ഗ്രേറ്റ്ഫുൾ, ഐ എം താങ്ക്ഫുൾ, താങ്ക് യു ഫോർ ഡൂയിങ് ദാറ്റ്, ദാറ്റ് ഇസ് സോ കൈൻഡ് ഓഫ് യു, ദാറ്റ് ഇസ് സോ സ്വീറ്റ് ഓഫ് യു എന്നിങ്ങനെ അവർ പറയുന്നതിൻ്റെ റീസൺ ഇസ് ബിക്കോസ് ആക്ച്വലി പല ആളുകളും അത് കംപ്ലീറ്റ്ലി മീൻ ചെയ്ത് പറയുന്നതല്ല, ബട്ട് അത് അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമായി മാറി, ആൻഡ് ദാറ്റ് ബിക്കെയിം ദെയർ പേഴ്സണാലിറ്റി. നമ്മൾ അവരെ ബ്രാഗ് ചെയ്യുന്നത് ഇവിടെയും ആ സെയിം സംഭവം തന്നെ ഇടാം. നമുക്ക് ആ ഒരു സംസാര രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് യുവർ പേഴ്സണാലിറ്റി, ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. ആൻഡ് ദെൻ എവിടെ നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഈ താങ്ക്ഫുൾനെസ് വരും, നമ്മൾ താങ്ക് ചെയ്യാനുള്ളൊരു എഫേർട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിൽ നിന്നത് സ്പോണ്ടേനിയസ്ലി അത് നമ്മുടെ വായിൽ നിന്ന് അങ്ങ് വരും, ദറ്റ് വി താങ്ക്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു താങ്ക് ഈച്ച് അതർ, ടു അപ്രീഷിയേറ്റ് ഈച്ച് അതർ, ടു ആസ്ക് ഇഫ് ദി അതർ പേഴ്സൺ നീഡ്സ് എനിത്തിങ്, എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നത്, ടു ആസ്ക് ഇഫ് ദ പേഴ്സൺ ഇസ് ഓക്കെ, ടു ബി സെൻസിറ്റീവ് ടു വാട്ട് അതേഴ്സ് ആർ ഗോയിങ് ത്രൂ, ആളുകൾ എന്ത് അവസ്ഥയിലൂടെ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. വെൻ യു സീ ദാറ്റ് എ പേഴ്സൺ ഇസ് സാഡ്, ഹസ്ബൻഡ് വളരെ സാഡായിട്ടിരിക്കുകയാണ്, അന്നേരം ഈ കൂറ തമാശ അടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ വായിലിരിക്കുന്നത് കേട്ടിട്ട് പറയരുത് ദാറ്റ് അവിടെ ആണുങ്ങളാണ് ഭരിക്കുന്നത്. ദാറ്റ് ഇസ് ടോട്ടലി ഡിഫറൻസ്. അവരെടുക്കുന്ന ഇമോഷണൽ ഇംബാലൻസുകൾ അവരതിനെ ഡീൽ ചെയ്യുന്നത് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ഹൗ വുമൺ ഡസ്, ലൈക്ക് ഹൗ വി ഡു. സോ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിനോട് ഡീൽ ചെയ്യുക, സംസാരിക്കുക. ഇറ്റ് ഗോസ് ബോത്ത് വേസ്. ഹസ്ബൻഡ് വൈഫിനോട്, വൈഫ് ഹസ്ബൻഡോട് ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാര്യം, ഐ ജസ്റ്റ് യൂസ് ദ വേർഡ് സ്പൗസ്. ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ദാറ്റ് ബിറ്റ്വീൻ ദ സ്പൗസസ്. സോ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാം. അനദർ തിങ് ദാറ്റ് ഐ വാണ്ടഡ്, ഒരു ഡിസ്ക്ലെയിമറോട് ഞാൻ പറയുകയാണ്, നമ്മളിങ്ങനെ സംസാരിച്ച് പോവുകയാണ്, ഓക്കെ, ദിസ് ഇസ് ലൈക്ക് എ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ആണ് നടക്കുന്നത്. ഈ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് പലപ്പോഴും ഇംഗ്ലീഷിനകത്ത് വരുന്ന ചെറിയ ചില തെറ്റുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, ഓക്കെ. അപ്പം ഈ വീഡിയോക്കകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ്. ഈ ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറയുന്നത്, വെൻ യു റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് യു റീഡ് ഇറ്റ്, ചിലപ്പോൾ ആ മിസ്റ്റേക്കുകളൊക്കെ നമ്മുടെ കണ്ണിൽ വരുമായിരിക്കും. വൈൽ യു ആർ ടോക്കിംഗ്, സംടൈംസ് വൈൽ യു സ്പീക്കിംഗ്, ആൻഡ് സ്പെഷ്യലി നമ്മളിങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു പേപ്പറും പിടിക്കാതെ ബുക്കും ഒന്നും പിടിക്കാതെ ഇങ്ങനെ സംസാരിക്കുന്നത്, ചില ആളുകൾക്ക് ദേ മേക്ക് mistakes, even if they know അതൊരു മിസ്റ്റേക്ക് ആണെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ അവരറിയാതെ മിസ്റ്റേക്സ് വരുത്തും. സോ I really want you to, I'm asking forgiveness if I make any mistakes, if I made any mistakes in this video. That is completely because I'm unaware of it. ഞാനിപ്പം തൽക്കാലത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അൺഅവെയർ ആണ്. ചിലപ്പോൾ അത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാനും പറ്റത്തില്ല, കാരണം അതിനകത്ത് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ I cannot cut the video as well. So this is something that's been like a burden in my heart, and idinte more I will be taking more sessions on this. Anyways, I hope you enjoy this. Bye bye.